ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് കണ്ണൻ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു CPU എങ്ങനെ നമുക്ക് ഒരു മീഡിയ പ്ലെയറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു AVRന് പകരമായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയ ഒരു വീഡിയോ ആണത്. പലരും ചോദിച്ചു, നിങ്ങൾക്ക് ആശയദാരിദ്ര്യമാണോ, നിങ്ങൾ എന്തിനാ വെറുതെ വ്യൂ കൂട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എന്നൊക്കെ എല്ലാവരും പല ആളുകളും ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നൊരു ഡെമോ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കമ്പ്യൂട്ടർ ചെറിയ കംപ്ലയിൻസ് വന്നു. ബിക്കോസ് ഒരു പഴയ കമ്പ്യൂട്ടറാണ്, അപ്പോൾ അതിന് ചെറിയ കംപ്ലയിൻസ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനതിനെ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു മീഡിയ പ്ലെയർ, അതായത് വീഡിയോ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റിയൊരു മീഡിയ പ്ലെയറായിട്ട് നിങ്ങൾക്കൊരു പഴയ PC യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത് സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു CPU നമ്മുടെ മീഡിയ പ്ലെയറായിട്ട് യൂസ് ചെയ്യാം എന്ന് സജസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മളിപ്പോൾ ഒരു DVD പ്ലെയർ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു ബ്ലൂറേ പ്ലെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മിക്കതിലും 2 ചാനൽ ഔട്ട്പുട്ട് ആയിരിക്കും. അതിൽ 5 ചാനൽ ഔട്ട്പുട്ടോ 7 ചാനൽ ഔട്ട്പുട്ടോ ഉണ്ടായിരിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ DVD ആണെങ്കിൽ അത് HD ഓഡിയോ അത് പ്ലേ ചെയ്യില്ല. HD ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഡോൾബി അല്ലെങ്കിൽ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള DTS ഓഡിയോ ആണ്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ വ്യത്യാസമാണ്. ഈ കംപ്രഷൻ ഇല്ലാത്തത് കാരണം അത് ഒട്ടും അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ലോസ് ആവുന്നില്ല. വളരെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും അതിന് വരുന്നത്. പക്ഷേ ഇതൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ യൂഷ്വലി നമുക്ക് ഒരു AVR വേണം. AVR വളരെ എക്സ്പെൻസീവാണ്. AVRന് ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്തൊക്കെ വരും. ഏറ്റവും കുറഞ്ഞൊരു സെറ്റിന് തന്നെ 18,000 15,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഈ പഴയ CPUകൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന CPU തന്നെ ഇതിന് യൂസ് ചെയ്യാം. അധികം നിങ്ങൾക്ക് വേറെ പണികൾ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ഇൻബിൽട്ടായിട്ടുള്ള സൗണ്ട് കാർഡ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കാർഡ് നമുക്ക് 7.1 ചാനൽ കിട്ടും. മിക്ക PCയുടെയും ഔട്ട്പുട്ട് 7.1 ചാനലാണ്. ഇപ്പോൾ നമ്മുടെ PCയുടെ പിന്നിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇങ്ങനെ 6 ചാനൽസ്, അല്ല ഇവിടെ 7.1 ചാനൽസാണ്. ഇപ്പോൾ 6 ഔട്ട്പുട്ട്സ് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് 8 സ്പീക്കേഴ്സ് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ളതാണത്. ഇതിലാണ് നമ്മളുടെ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ സബ് വൂഫർ കൊടുക്കുന്നു. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് സറൗണ്ട് സ്പീക്കറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വയറുണ്ടെങ്കിൽ, അതായത് ഒരു സൈഡിൽ 3.5 mm ജാക്കും മറ്റേ സൈഡിൽ, അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിലുള്ള RCA കേബിളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ 5.1 ആംപ്ലിഫയറിൻ്റെ, ഇവിടെ നമ്മുടെ 5.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ 6 കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മളിത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം 3 പെയർ കേബിൾസാണ്. അപ്പോൾ ഈ 3 പെയർ കേബിൾസ് നമ്മളിതിൻ്റെ ബാക്കിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാം നമ്മുടെ അതിൽ നിന്ന് വരുന്ന ഒന്ന് സെൻറ്റർ, നമ്മുടെ ഫ്രണ്ടിൽ ലെഫ്റ്റ് റൈറ്റ്, ഒന്ന് നമ്മളുടെ സറൗണ്ട് സ്പീക്കേഴ്സ്, ഒന്ന് സബ് വൂഫർ നമ്മുടെ ഇതിലേക്കും നമ്മുടെ ഡയലോഗ് ചാനൽസിലേക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് കണക്ഷൻസ് കൊടുക്കാൻ. നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ, അതായത് techkannan.com ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഡയഗ്രാംസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കി കാണാം. പിന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം HDMI പോർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലൊരു HDMI പോർട്ടുണ്ട്. അപ്പോൾ ആ HDMI പോർട്ട് ഇല്ലാത്തതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് വാങ്ങുക. ഒരു 1000 രൂപ 1500 രൂപയ്ക്ക് ഈ HDMI പോർട്ടുള്ള ഗ്രാഫിക് കാർഡ് കിട്ടും. എസ്പെഷ്യലി യൂസ്ഡ് വാങ്ങുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പഴക്കമുള്ള CPUs ഒക്കെ നിങ്ങൾക്ക് വളരെ വില കുറവിന് കിട്ടും. ബിക്കോസ് ഗ്രാഫിക് കാർഡാണ് മിക്ക പ്രോസസ്സിങ്ങും നടത്തുന്നത്. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് അധികം പവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഗ്രാഫിക് കാർഡ് അത് നോക്കിക്കോളും. അതുപോലെ തന്നെ ഗ്രാഫിക് കാർഡും അധികം വില കൂടിയതിൻ്റെ ആവശ്യമില്ല. ഒരു HDMI പോർട്ടുള്ളതിൻ്റെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ജസ്റ്റ് ചെക്ക് ചെയ്യുക അത് HD വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിക് കാർഡിൽ നിന്ന്
വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മദർ ബോർഡിൻ്റെ HDMI ഔട്ടിൽ നിന്ന് വരുന്ന ഒരു HDMI കേബിൾ വഴി നമ്മളുടെ ടി വിയുടെ HDMI ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടി വിയിലേക്ക് നമ്മുടെ കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടി വി വർക്ക് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, നമ്മുടെ CPU നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5.1 ചാനൽസ് അല്ലെങ്കിൽ 7.1 ചാനൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. വേറൊരു AVRൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിന് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം, അതിന് പറയുന്നത് കൊടി എന്ന സോഫ്റ്റ്വെയർ. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഈ 5.1 എങ്ങനെ കോൺഫിഗർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ സൗണ്ട് കാർഡിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇതിൽ HD ഓഡിയോ ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതാണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് നോക്കുക. ഇവിടെ HD ഓഡിയോ മാനേജർ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HD ഓഡിയോയുടെ എങ്ങനെയാണ് സ്പീക്കർ കോൺഫിഗറേഷൻ എന്നുള്ളത്. യൂഷ്വലി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇതുണ്ടാവുക, സ്ക്രീനിലുണ്ടാവുക. 2 സ്പീക്കേഴ്സ് ആയിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഈ സ്റ്റീരിയോ എന്നുള്ളതിനെ സെലക്ട് ചെയ്തിട്ട് ഈ സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ 5.1 ക്വാഡ്രാഫോണിക് ഉണ്ട്. 4 സ്പീക്കറാണുള്ളതെങ്കിൽ ക്വാഡ്രാഫോണിക് എടുക്കുക. 5 സ്പീക്കറുള്ളതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാം. 5 സ്പീക്കറിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന പോലെ 2 സ്പീക്കേഴ്സ്, ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സബ് വൂഫർ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറങ്ങി തിരിഞ്ഞ് സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ പാനലിൽ എവിടെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സ്പീക്കർ ഔട്ട് നമ്മൾ ബാക്ക് പാനൽ നേരത്തെ കാണിച്ചു. അപ്പോൾ അതുപോലെ തന്നെ റിയർ സ്പീക്കർ ഔട്ട്, സെൻറ്റർ സബ് വൂഫർ ഔട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആംപ്ലിഫയർ ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ ഒരു സൗണ്ടിനുള്ള കൺട്രോൾ വെക്കാതിരുന്നതെന്ന്, വോളിയം കൺട്രോൾ എന്തുകൊണ്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊരു ഡോൾബി ബോർഡ് അതിൽ വെച്ചില്ല എന്നുള്ളത്. ഡോൾബി ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതിൽ തന്നെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ സ്പീക്കർ ഫിൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ 2 ചാനലുള്ള 2 സ്റ്റീരിയോ മാത്രം ഉള്ള ഒരു സിനിമ കാണുമ്പോഴും എല്ലാ സ്പീക്കറിൽ കൂടെയും സൗണ്ട് കിട്ടും. ഞാനത് ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. ബിക്കോസ് സറൗണ്ട് സൗണ്ട് തന്നെയാണ് നമ്മൾ സറൗണ്ടിൽ കേൾക്കേണ്ടത്. സ്റ്റീരിയോ നമ്മളെപ്പോഴും സ്റ്റീരിയോയിലും കേൾക്കണം. അതിൻ്റെ എഫക്റ്റും അതിൻ്റെ ഇമേജിങ്ങും ഡെപ്ത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എല്ലാ സ്പീക്കറിലും കേൾക്കണമെങ്കിൽ ഈ സ്പീക്കർ ഫിൽ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതിയാകും. പിന്നെ ഇതിൽ വളരെയധികം സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇതിലാണ് നമ്മുടെ ലിവിങ് റൂം, ബാത്റൂം, അല്ലെങ്കിൽ അറീന, സിനിമ, അങ്ങനെയെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് DSP ഫങ്ഷൻസ് കൊടുക്കാം. പിന്നെ റൂം കറക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ബാക്കിൽ സ്പീക്കർ കൂടുതൽ സൗണ്ട് വരണം, അല്ലെങ്കിൽ ഫ്രണ്ടിലെ സ്പീക്കർ കൂടുതൽ സൗണ്ട് വരണമെങ്കിൽ ഈ എനേബിൾ റൂം കറക്ഷൻ എന്നുള്ളത് കൊടുക്കാം. എനേബിൾ റൂം കറക്ഷൻ കൊടുത്തിട്ട് നമുക്കതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നമുക്ക് എല്ലാ കോൺഫിഗറേഷൻസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു DVD അല്ലെങ്കിൽ സാധാരണ ഒരു ഹോം തിയേറ്ററോ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു മാസ്റ്റർ ഓഡിയോ 7.1 ഫയൽ ഡൗൺലോഡ് ചെയ്തു, അത് നിങ്ങൾക്ക് നിങ്ങളുടെ DVD-യിലിട്ടിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് വിത്ത് സറൗണ്ട് എഫക്റ്റ്, നിങ്ങൾക്ക് ഫുൾ സറൗണ്ട് എഫക്റ്റ്, അതായത് 7.1 സറൗണ്ട് അല്ലെങ്കിൽ 5.1 സറൗണ്ട് അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഓഡിയോ, ഒരു AVR ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഇതിനൊരു കീബോർഡും ഒരു മൗസും വേണ്ടതെന്ന്. ഒരു കീബോർഡും അല്ലെങ്കിൽ ഒരു മൗസും വെച്ചിട്ട് വേണ്ട ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, കൊടി എന്നൊരു മീഡിയ സെൻറ്റർ സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾക്കിത് കാണാം. ഇപ്പോൾ കൊടി എന്ന മീഡിയ സെൻറ്റർ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി TV കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഈ നമ്മുടെ CPU കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ഈ കൊടി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കോർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കോർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം നത്തിങ് ഈസ് പ്ലേയിങ് കണക്റ്റഡ് ടു കൊടി എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മെനൂസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ റേഡിയോ ഉണ്ട്, പിക്ചേഴ്സ് നമുക്ക് ഇതിൽ ബ്രൗസ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് റേഡിയോ കേൾക്കാം. TV ഉണ്ടെങ്കിൽ നമുക്ക് TV കാണാം, മ്യൂസിക് വീഡിയോസ് കാണാം, മ്യൂസിക് ഉണ്ട്, നമ്മുടെ പാട്ട് നമുക്ക് ഇതിൽ കൂടെ പ്ലേ ചെയ്യാം, TV ഷോസ് കിട്ടാം. പക്ഷേ അതിനൊക്കെ നമ്മൾ അതിൻ്റെ ഇത് കോൺഫിഗർ ചെയ്തിട്ട് അതിൻ്റെ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെക്കണം എവിടെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മൂവീസ്. ഇപ്പോൾ മൂവീസിൽ ഇപ്പോൾ നമുക്ക് പല നമ്മുടെ ഹാർഡ് ഡ്രൈവും സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തൊരു ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഡെമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ഫയൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ ബ്രൗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള 7.1 അല്ലെങ്കിൽ 5.1 എഫക്റ്റുള്ള ഫയൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഈ ടി വി സ്ക്രീനിൻ്റെ ഏറ്റവും അടിയിൽ അത് ഏത് ചാനലാണ്, ഏതാണത് അതിൻ്റെ ഇത് വരുന്നതെന്ന് കാണാൻ കാണിക്കും. അത് എത്ര ചാനലാണ്. ഇപ്പോൾ ഇവിടെ കാണാം 5.1 ഡോൾബി SD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്വാളിറ്റി ഉള്ളത്. ഇപ്പോൾ ഇത് വരുന്നത് 5.1 ഡോൾബി 480 SD, അത് HD അല്ല, പഴയതാണ്, പണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 7.1 DTS മാസ്റ്റർ ഓഡിയോ, ഈ ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട് DTS മാസ്റ്റർ ഓഡിയോ എന്നുള്ളത്. DTS MA, അതായത് മാസ്റ്റർ ഓഡിയോ. അതുപോലെ തന്നെ 1080 HD ആണ് അതിൻ്റെ വലിപ്പം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം മാസ്റ്റർ ഓഡിയോ ഫയൽസാണ് വരുന്നത്. ഇപ്പോൾ ഇത് വെറും DTS ആണ്, പഴയൊരു ഫയലാണ്. അപ്പോൾ ഇതിൽ അത് വന്നിട്ടില്ല, ഇത് DTS മാസ്റ്റർ ഓഡിയോ ആണ്. അപ്പോൾ അങ്ങനെ വളരെയധികം ഇതുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഇതിലുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും, നമ്മുടെ ഫയൽസിൻ്റെ ഡീറ്റെയിൽസ്, അത് എന്ത് ഫോർമാറ്റിലാണ്. ഇപ്പോൾ 5.1 ഫോർമാറ്റിലാണ്, ഡോൾബി ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്നുള്ളതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാം. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ മൊബൈലിൽ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നിങ്ങൾക്ക് കാണാം, സൗണ്ട് കൂട്ടുകയും കുറയ്ക്കാനുള്ള ഒരു ഐക്കൺ മുകളിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കി സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് കൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എൻറ്റയർ ഒരു മീഡിയ സെൻറ്റർ PC ആയിട്ട് മാറ്റും നിങ്ങളുടെ പഴയ CPU-നെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പഴയ CPU യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 7.1 സറൗണ്ട് അല്ലെങ്കിൽ 5.1 സറൗണ്ട് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് പല ആളുകളും നമുക്ക് വിവരമില്ലാത്ത പോലെയാണ്, എനിക്ക് വിവരമില്ല, നിങ്ങൾ എന്ത് പൊട്ടത്തരോ പറയുന്നതെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള കുറേ മെസ്സേജസ് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു CPU നിങ്ങൾക്ക് യൂസ്ഡ് OLX-ലൊക്കെ നോക്കിയാൽ നമ്മളൊരു CPU വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ ഇതിന് മാക്സിമം 2000 അല്ലെങ്കിൽ 3000 രൂപയാണ് തരിക. അപ്പോൾ അതുപോലെ ഒരു CPU, അത് HD വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു CPU-ൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ HD വീഡിയോ അതിൽ നമ്മുടെ HDMI പോർട്ട് ഇല്ലെങ്കിൽ ഒരു HDMI പോർട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് അതിൻ്റെയും കൂടെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടി കൊളാക്കിയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി ഡെമോയിലേക്ക് കടക്കാം. ഡയറക്റ്റായിട്ട് ഞാനൊരു ഡെമോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഇതിപ്പോൾ DTS മാസ്റ്റർ ഓഡിയോ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 7.1 സറൗണ്ടിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇത് നമ്മൾ 5.1-ലാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് നമ്മുടെ പഴയ CPU ഉപയോഗിച്ചിട്ട് നമുക്കതൊരു AVR അല്ലെങ്കിൽ ഒരു മീഡിയ പ്ലെയർ പോലെ യൂസ് ചെയ്യാം എന്നുള്ളത്. AVR എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് AVRൽ ആംപ്ലിഫയേഴ്സ് ഉണ്ടാവും.
ഇവിടെ നമ്മളൊരു സെപ്പറേറ്റ് 5.1 അല്ലെങ്കിൽ 7.1 ആംപ്ലിഫയർ വെക്കേണ്ടി വരും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് 5.1 ആംപ്ലിഫയർ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഫ്രണ്ടിലിരിക്കുന്നത് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ സറൗണ്ട് സൗണ്ട് കേട്ടത്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ല ഡയറക്റ്റ്, ബിക്കോസ് മൊബൈലിൻ്റെ മൈക്ക് വളരെ എല്ലാ സൗണ്ടും പിടിച്ചെടുക്കില്ല. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഒരിക്കലും ബേസ്, ഇത്രയും വലിയ സബ്വൂഫറിൽ വരുന്ന ബേസ് അതൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി, നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയിൽ, അതായത് വളരെ ചുരുങ്ങിയ ചിലവിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചിലവ് വരുന്നത് മേ ബി ഒരു 5000 ഒരു 6000 രൂപയുടെ ഒരു CPU ആയിരിക്കും. പിന്നെ ഒരു ആംപ്ലിഫയർ, ആ ആംപ്ലിഫയർ നമുക്ക് 4000 രൂപയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുക. അതുണ്ടെങ്കിലും നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാവുന്ന, അതായത് നിങ്ങളുടെ TVയും കംപ്ലീറ്റ് നിങ്ങളുടെ എന്താ പറയുക ഒരു മീഡിയ സെൻറ്റർ തന്നെ ആക്കി മാറ്റാവുന്ന, നിങ്ങളുടെ TVനെ അഡീഷണൽ വേറെ ആൻഡ്രോയിഡ് ബോക്സസോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഈ കൊടിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതിനെയൊക്കെ ആഡ് ഓൺസ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെയും കുറേ ഉപകാരങ്ങളുണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ബിക്കോസ് അപ്പോൾ അതുകൊണ്ട് ഈ കൊടിയും നിങ്ങളുടെ പഴയൊരു CPU, നിങ്ങളൊരു 5.1 ആംപ്ലിഫയർ, നിങ്ങളുടെ മൊബൈലിൽ അതിന് ആപ്പ്, അതിൻ്റെ കോർ എന്നൊരു ആപ്പ്, കോർ എന്ന് പറഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നൊരു ആപ്പ്, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തകർപ്പൻ സിസ്റ്റം തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലത്തെ ടവർ സ്പീക്കേഴ്സിൻ്റെ ആവശ്യമില്ല, നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഉള്ള ചെറിയ സ്പീക്കേഴ്സ് മതി. ഇപ്പം എൻ്റെ സറൗണ്ട് സ്പീക്കേഴ്സിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വളരെ ഒരു 400 രൂപയുടെ ഒരു ബോക്സാണ്. 400 രൂപയുടെ ഒരു സ്പീക്കറാണിത്. ആ ബോക്സിന് 150 രൂപയാണ്. അപ്പോൾ മൊത്തം ഒരു 550 രൂപയാണ് ഇത് വരുന്നുള്ളൂ. ഇതുപോലത്തെ ഒരു 5 എണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ CPU യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് 5.1 അല്ലെങ്കിൽ 7.1 ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ പേര് techkannan.com എന്നാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാംസ്, അതിൻ്റെ കണക്ഷൻ ഡയഗ്രാംസും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് അതെല്ലാം കാണാൻ കഴിയും. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.